FZS വേർഷൻ 4-ന് 65 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നൊക്കെ പറയുന്നത് തള്ളാണ്. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്നൊക്കെയുള്ള കമന്റ് കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിൽ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നടക്കുന്ന ഹൈബ്രിഡ് മൈലേജ് ചലഞ്ച് ഒന്ന് കാണാൻ പോയേക്കാമെന്ന് വിചാരിച്ചു. 13 കസ്റ്റമേഴ്സ് അവരുടെ സ്വന്തം FZS വേർഷൻ 4-ന്റെ മൈലേജ് ആണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് മൈലേജ് കിട്ടാറുള്ളത്? മൈലേജ് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. നോക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 58 കിലോമീറ്റർ ഒക്കെ കിട്ടിയത്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. മൈലേജിന്റെ കാര്യത്തിൽ ഒരു 45.3 ആണ്. വണ്ടി ഫുൾ ടാങ്ക് ഫില്ലാക്കി ഫ്ലാഗ് ഓഫ് ചെയ്ത് വൈറ്റില, കുമ്പളം, എടപ്പള്ളി, ആലുവ, നെടുമ്പാശ്ശേരിയൊക്കെ പോയി 63 കിലോമീറ്റർ കവർ ചെയ്ത് വന്നു. ഇനി നമ്മളെ ഞെട്ടിക്കുന്ന മൈലേജ് റിസൾട്ടിലേക്ക് പോകാം. നമ്മുടെ ഈ കൂട്ടത്തില് ഇന്നിപ്പോ ഓടിച്ച 13 പാർട്ടിസിപ്പൻസില് ഏറ്റവും ലോവസ്റ്റ് മൈലേജ് കിട്ടിയിരിക്കുന്നത് മിസ്റ്റർ ജെറിക്കാണ്. 71.15. യമഹ FC ഹൈബ്രിഡിന്റെ ഹയസ്റ്റ് മൈലേജ് ചാലഞ്ച് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന റൂട്ടിൽ ചെയ്തിട്ട് കിട്ടിയത് 90.07, വിച്ച് ഈസ് എ മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ്. ആൽഫിൻ ജോർജ് ഇംപ്രസീവ് മൈലേജ് ആണ് കിട്ടിയത്. 13 കസ്റ്റമേഴ്സിന്റെ ആവറേജ് മൈലേജ് കിട്ടുന്നതും 79.06 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. യമഹ FZS വേർഷൻ 4 is indeed the most fuel efficient 150cc motorcycle you can consider. എന്റെ വണ്ടിക്ക് എന്തായാലും 83.77 മൈലേജ് കിട്ടുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. 90.7 ആണ് മൈലേജ് കിട്ടിയത്. ഇപ്പൊ കിട്ടിയത് 72.81. ഈ 72.81 ഞാൻ ഉദ്ദേശിച്ചത് മൈസെൽഫ് ആൻഡ് മൈ സൺ രണ്ടുപേരും, അതായത് റൈഡർ ആസ് വെൽ as പില്ലിയൻ റൈഡർ, രണ്ടുപേരും വെയിറ്റ് വെച്ചിട്ടാണ് ഈ മൈലേജ് കിട്ടിയത്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു യമഹ.